പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS കഴിഞ്ഞ വർഷം നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷൻ നടത്തിയ 155 കോളേജുകൾ ഏതൊക്കെയാണ്, ഓരോ കോളേജിലുമുള്ള ടോട്ടൽ സീറ്റ് എത്രയാണ്, അതുപോലെ തന്നെ ഫീ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്നീ കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. കൂടാതെ കോളേജ് കോഡ്, കോഴ്സ് കോഡ്, അതുപോലെ തന്നെ ഓരോ ജില്ലയിലുമുള്ള കോളേജുകൾ എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ കാണുന്നത് BSc നഴ്സിംഗ് അഡ്മിഷൻ നടത്തുന്ന ഗവൺമെൻറ് കോളേജുകളാണ്. 14 ഗവൺമെൻറ് കോളേജുകളാണുള്ളത്. ഓരോ കോളേജിൻ്റെയും കോഡ് ഇടതുവശത്ത് രണ്ടാമത്തെ കോളത്തിൽ നൽകിയതായിട്ട് കാണാവുന്നതാണ്. കോഴ്സിൻ്റെ കോഡ് നഴ്സിംഗിൻ്റേത് NU എന്നതാണ്. മറ്റു കോഴ്സുകൾക്കും ഇതുപോലെ കോഡുകൾ ഉണ്ട്. കോഴ്സ് കോഡിന് ശേഷം നൽകിയിട്ടുള്ള കോളത്തിൽ മെറിറ്റ് സീറ്റ് എന്ന് കാണാം. ഈ മെറിറ്റ് സീറ്റുകളിലേക്കാണ് LBS അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ നടത്തപ്പെടുന്നത്. തൊട്ടടുത്ത കോളത്തിൽ നൽകിയിട്ടുള്ളത് മാനേജ്മെൻറ്റ് സീറ്റ് എന്നതാണ്. ഈ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് 90% സീറ്റിലേക്ക് അഡ്മിഷൻ നടത്തുന്നത് LBS വഴിയല്ല, MC, SFN, CK, PNC, MAC, CPAS തുടങ്ങിയിട്ടുള്ള മറ്റ് അഡ്മിഷൻ പ്രോസസ്സുകൾ വഴിയാണ് ആ സീറ്റുകൾ ഫിൽ ചെയ്യപ്പെടുന്നത്. ഇനി ഇവിടെ ഏറ്റവും അവസാന കോളത്തിൽ നൽകിയിരിക്കുന്നത് ഫീ ഡീറ്റെയിൽസ് ആണ്. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നഴ്സിംഗിന് 23,170 രൂപയും, സെൽഫ് ഫിനാൻസ് കോളേജിലേക്കാണെങ്കിൽ 96,325 രൂപയുമാണ് ആദ്യ വർഷത്തെ ഫീസ് വരുന്നത്. ഇത് ട്യൂഷൻ ഫീ ആണ്. ഇതിൻ്റെ പുറമെ ബുക്സ്, യൂണിഫോം, ഹോസ്റ്റൽ ഇതിനെല്ലാം നിങ്ങൾ തുക കണ്ടെത്തേണ്ടി വരുന്നതാണ്. എന്നാൽ SC, ST, OEC, ഹിന്ദു OBCയിൽ വരുന്ന OECക്ക് തുല്യമായിട്ട് സ്കോളർഷിപ്പുകളൊക്കെ ലഭിക്കുന്ന 30ഓളം കാസ്റ്റ് വിഭാഗങ്ങൾ, അതുപോലെ തന്നെ ഫിഷർമെൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ ഇവർക്കൊക്കെ ഗവൺമെൻറ് കോളേജിൽ ലഭിച്ചാലും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റിലേക്ക് അഡ്മിഷൻ ലഭിച്ചാലും 1000 രൂപ മാത്രമാണ് ഫീസായിട്ട് നൽകേണ്ടി വരിക. എന്നാൽ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്ന ഏത് വിഭാഗക്കാർക്കും ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ അവർ അവിടെ നൽകുന്ന 23,000 മുകളിലുള്ള തുക പിന്നീട് അവർക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്ന നേരത്തെ പറഞ്ഞ 1000 രൂപ മാത്രം നൽകിയാൽ മതി എന്ന് പറഞ്ഞ 5 വിഭാഗങ്ങൾ ഒഴികെയുള്ള ആർക്കും തന്നെ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് ആപ്ലിക്കേഷൻ നൽകി അവരുടെ ഫീസ് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. നേരത്തെ പറഞ്ഞു, ഇത് കഴിഞ്ഞ വർഷം LBS അഡ്മിഷൻ നടത്തിയ കോളേജുകളുടെ ലിസ്റ്റാണ്. ഈ ഒരു PDF ലഭ്യമാക്കാനുള്ള LBS വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആദ്യ ഭാഗത്ത് നൽകിയിട്ടുള്ളത് നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റാണ്. മുകളിൽ ഗവൺമെൻറ് കോളേജുകളും അതുപോലെ തന്നെ ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ ലിസ്റ്റും ഒരുമിച്ചാണ്, അതായത് എല്ലാ ജില്ലയിലേതും ഒരുമിച്ചാണ്, സിമെറ്റിൻ്റെയും ഒക്കെ ഒരുമിച്ചാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ താഴെ ഭാഗത്ത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ ഓരോ ജില്ലയിലും ഏതൊക്കെയാണ് ഉള്ളത് എന്നത് കൃത്യമായിട്ട് ഒരു ലിസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും പോയി വരാൻ വേണ്ടി സാധിക്കുന്ന കോളേജുകളിലൊക്കെ, സെൽഫ് ഫിനാൻസ് കോളേജുകളിലൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസ് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓരോ മാസവും ചുരുങ്ങിയത് ഒരു 6,000-8,000 രൂപയൊക്കെ ഹോസ്റ്റൽ ഫീ ഇനത്തിൽ നിങ്ങൾക്ക് ചിലവ് വരുന്നതാണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് ഏകദേശം ഒരു 80,000 രൂപയൊക്കെ അങ്ങനെ 4 വർഷത്തേക്ക് ഏകദേശം 3 ലക്ഷത്തോളം രൂപയൊക്കെ നിങ്ങൾക്ക് ഏകദേശം ലാഭിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത് പോയി വരാൻ സാധിക്കുന്ന കോളേജുകൾ സെലക്ട് ചെയ്യുന്നത് ഉചിതമായിരിക്കും എന്ന് പറയുന്നത്. ഈ ലിസ്റ്റിൽ നൽകിയിട്ടുള്ള കോളേജുകളിലേക്കൊക്കെ ഈ വർഷവും അഡ്മിഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ആദ്യം ഓപ്ഷൻ നൽകാൻ അവസരം ലഭിക്കുമ്പോൾ എല്ലാ കോളേജുകളും ഉണ്ടാകണമെന്നില്ല. പല ഘട്ടങ്ങളിലായിട്ടാണ് ഓപ്ഷൻ നൽകാൻ ഓരോ കോളേജുകളിലേക്കും വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുക. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത് ഉചിതമായിരിക്കും. പരമാവധി അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് നൽകാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ നെക്സ്റ്റ് വീക്ക് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ആരംഭിക്കുകയാണ് എങ്കിൽ കൃത്യമായിട്ടുള്ള എങ്ങനെയാണ് ഓപ്ഷൻ നൽകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലൈവ് ഡെമോ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ തുടർന്ന് എല്ലാ കോളേജുകളും താഴോട്ടായിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. ആദ്യം നഴ്സിംഗ് കോളേജുകളാണ്, അതിനുശേഷമാണ് പാരാമെഡിക്കൽ കോളേജുകൾ വരുന്നത്. ഈ ഒരു ചെറിയ വീഡിയോ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. എവർക്കും നന്ദി, നമസ്കാരം.